Hello friends, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സിമ്പിളായി ചെയ്തെടുത്തിട്ടുള്ള ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തിട്ടുള്ള നല്ല കിഡ്ലൻ ചിക്കൻ ചില്ലിയാണിത്. റൊട്ടിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനൊരു അടികട്ടിയുള്ള പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ചൂടായി വന്നപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കണം, കോക്കനട്ട് ഓയിൽ ചേർക്കരുത്. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 6 വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ചെറിയ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ വലിയ ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പം ഞാൻ ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളിയാണ്, 2 വലിയ ഉള്ളി ചേർത്തിട്ടുണ്ട്, ചെറിയ സൈസിലുള്ളത്. ക്യൂബായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അതേ ചില്ലി ചിക്കൻ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയനൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ല, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കിട്ടാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ടാണ് ഞാനത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം, അല്പം ഉപ്പും കൂടി ചേർത്തിട്ട്. ഇത് മൂടിയിട്ട് കുക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഓവറായി വഴന്നിട്ടുണ്ടെങ്കിൽ ആ ഉള്ളിയൊക്കെ ഒരു കടിക്കുന്ന ഒരു ഫ്ലേവർ ഇല്ല, അതൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. അപ്പോൾ നമുക്കിതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കണം. സോസാണ് ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ സോയാ സോസ്, 3/4 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഒരിക്കലും സോയാ സോസും ചില്ലി സോസും കൂടി പോകരുത്, കാരണം അത് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പുളിയും അതുപോലെ ഭയങ്കര കുത്തലും വരും. അത് ഒരിക്കലും കൂടാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡറും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് അത് മാത്രം ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് കോൺഫ്ലോർ കലക്കിയതാണ്, അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കോൺഫ്ലോറിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി മതി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തെടുത്തിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ 2 സൈഡിൽ നിന്നും നല്ല തിളച്ച് കുറുകി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഫ്രൈ ചെയ്ത ചിക്കനും വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പലരും മുട്ടയൊക്കെ ചേർത്തിട്ട് മാഗ്നേറ്റ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ചേർത്ത് കൊടുക്കണം എന്നുള്ളവർ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഫ്രൈ ചെയ്ത ചിക്കനാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. ഓവറായിട്ട് കുക്ക് ചെയ്യണ്ട. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് നമ്മളിപ്പോൾ ഗ്രേവി കുക്ക് ചെയ്തിട്ടുള്ളത്. ഓവറായിട്ട് കുറുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിപ്പ് തോന്നും. ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം. ചിക്കനൊന്നും ഓവർ വേവാനില്ല, നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചതുകൊണ്ട്. ഫ്രൈ ചെയ്ത ചിക്കൻ തന്നെ വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ, അത് മസ്റ്റാണ്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമ്മളൊരു ട്രേയിലേക്ക് സെർവ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയും ഒരുപാട് സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇത്രയേ ഉള്ളൂ, റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പെർഫെക്ഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റായിട്ട് ഈ വീഡിയോൻ്റെ താഴെ അറിയിക്കുക. നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ കുഞ്ഞു ബെല്ലൈക്കണും ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് ഞാനിടുന്ന റെസിപ്പിയുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.